ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചായൻ്റെ കൂടെ ആണെങ്കിലൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ്. പണ്ട് ലഞ്ച് ബോക്സിൽ ഒരുപാട് കൊണ്ടുപോയ സംഭവം കേട്ടോ. സ്ഥിരമായിട്ട് ഓംലെറ്റ് കൊണ്ടുപോകുമ്പോൾ മടുക്കുമ്പം പിന്നെ മുട്ടയൊക്കെ തന്നെയുള്ള അന്നൊരു ഓപ്ഷൻ. അന്ന് ചിക്കനൊന്നും നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല ലഞ്ചിന്. അപ്പോൾ ഇതുപോലെ കാക്കി കൊണ്ടുപോകും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട ആദ്യം നമ്മൾ ബോയിൽ ചെയ്യാൻ വെക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേണം ബോയിൽ ചെയ്യാൻ കേട്ടോ. ലഞ്ചിന് മാത്രമല്ല സ്നാക്സ് ആയിട്ടൊക്കെ കൊണ്ടുപോകാം കേട്ടോ. സ്നാക്സ് ബോക്സ് റെസിപ്പിയൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇനി വെന്ത മുട്ട തോലൊക്കെ പൊളിച്ച് ഇതുപോലെ ഇങ്ങനെ വരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു മസാല ആഡ് ചെയ്യാൻ പോവാണ്. സാധാരണ ഒരു നോർമൽ മസാല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതിലേക്ക് മാത്രം ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ആട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മസാല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എരിവൊക്കെ കുറച്ച് കുറയ്ക്കുക. വേണമെങ്കിൽ മുളക് പൊടി മാത്രമായിട്ടോ അല്ലെങ്കിൽ കുരുമുളക് പൊടി മാത്രമായിട്ടോ ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇത് രണ്ടും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിക്കണേ. 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് മുട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട കേട്ടോ. കാരണം മുട്ട നമ്മൾ എത്ര റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മുട്ടൻ്റെ ഉള്ളിലേക്ക് ഒരു മസാലയും പിടിക്കാൻ പോണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഇനി എല്ലാവർക്കും അറിയുന്ന പരിപാടി തന്നെ, ചീനച്ചട്ടിയിലെ എണ്ണ ചൂടാക്കുക. അതിലേക്ക് ഈ മുട്ട ഇട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് പൊരിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. ഈ മുട്ടൻ്റെ പുറം ഭാഗം ഇങ്ങനെ നല്ലോണം ഫ്രൈ ആയിട്ട് ഇങ്ങനെ തരിതരിപ്പായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരും. അതുവരേക്കും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കെയർ ചെയ്യണേ. ഇത് കയ്യിലേക്കൊക്കെ തെറിക്കുന്ന പേടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മൂടി വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. മൂടി വെക്കുന്നതാണ് ഒന്നുകൂടി സേഫ്. അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുക്കായി വരും. നല്ല ഹൈ ഫ്ലെയിം ഇട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയില്ലേ. അപ്പോൾ ലഞ്ച് ബോക്സിലേക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ കോംബോ തക്കാളി കറിയാണ്. സ്നാക്കായിട്ട് കഴിക്കാനാണെങ്കിൽ ഒരു കട്ടൻ ചായൻ്റെ കൂടെയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതുപോലെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ സെയിം ഐറ്റം തന്നെ നിങ്ങൾ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.